ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ അടിപൊളി ഡാൽഗോണ കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കിട്ടില്ല ഡാൽഗോണ കോഫി, ബീറ്ററൊന്നും ഇല്ലാതെ മിക്സി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്. നമുക്ക് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് 2 കരണ്ടിയാണ്. അതൊക്കെ തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് 4 കരണ്ടി. അതുപോലെ ഇവിടെ പാലും എടുത്തിട്ടുണ്ട്. പാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഗ്ലാസ്സിലേക്ക് അളന്നെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിക്കാനുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ കിട്ടിലം ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്ന കാണാം. വളരെ എളുപ്പത്തിൽ മിക്സിയും ബീറ്ററും ഒന്നുമില്ലാതെ അതിനായി നമുക്ക് കോഫി പൗഡർ നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. 2 കരണ്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ പഞ്ചസാരയും 4 കരണ്ടിയാണ്. അത് നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നല്ല കിട്ടില ഒരു കോഫിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതും മിക്സി വേണ്ട, ബീറ്റർ വേണ്ട, ഒന്നുമില്ലാതെ നമുക്ക് നല്ല കിട്ടില അടിപൊളി ഒരു കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിനായിട്ട് ഇവിടെ വെള്ളം, ചൂടുവെള്ളം നമ്മൾ നേരത്തെ ചൂടാക്കി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ ഗയ്സ്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മിക്സിയും അതുപോലെ ബീറ്ററും ഒന്നുമില്ല, ഇല്ലാതെയാണ് നമ്മൾ കിടിലൻ ഡാൽഗോണ കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുക, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈവച്ച് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരേ ഒരു ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗേസ്, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇളക്കി നമ്മൾ ഈ പരുവമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ആവും. നല്ല ക്രീമിൻ്റെ കളറാവും. ശരിക്കും നല്ല ക്രീമായി മാറണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ തന്നെ വേണം. ഇപ്പോൾ നല്ല ക്രീമായിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല അടിപൊളി ക്രീമായിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഈ ഒരു രീതിയിൽ കണ്ട സ്പൂൺ മുകളിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് താഴോട്ട് വരാൻ പാടില്ല. അത്രയും നല്ല ഉറച്ച് സെറ്റായിട്ടിരിക്കണം. അതാണ് അതിൻ്റെ പരുവം. യഥാർത്ഥ പരുവം അതാണ്. ഓക്കെ, പാലൊക്കെ ഇവിടെ ഉണ്ട്. എന്താ പറയുക, ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാല് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് മതി നമുക്ക്. അത് നമുക്ക് ഇനി നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരിക. ഓക്കെ ഗയ്സ്, അപ്പോൾ നമുക്കിതാ ഇത് തിളപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് തീയൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗയ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കോഫി എന്ന് പറയുന്നത്, ഡാൽഗോണ കോഫി. ഓക്കെ, നമ്മളെ ക്രീം ഇവിടെ റെഡിയാണ് കേട്ടോ. ക്രീം ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണെങ്കിലും കുഴപ്പമില്ല. അത് നമുക്ക് എന്താ പറയുക, ബീറ്ററും മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കൈവച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ചായ അരിപ്പ്. നമുക്ക് ഈ പാല് നന്നായിട്ട് തിളച്ചിട്ട് നമുക്കതിലേക്ക് അരിച്ച് ഒഴിക്കാം. തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പാല് നമുക്ക് ഈ ചായ അരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കാം. പാടയും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് പാല് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, വേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സാണ് കറക്റ്റ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ്സേ വരുള്ളൂ. ഓക്കെ, അതിന് ശേഷം ഇനി നമുക്ക് ഈ ക്രീമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ക്രീം നമുക്ക് പാലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സാവകാശം വെച്ച് കൊടുക്കാം. ഇത് കലക്കാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. താന്ന് പോകത്തില്ല. അത് മുകളിൽ തന്നെ അത് പൊങ്ങി കിടക്കുന്നതാണ് കേട്ടോ. താന്ന് പോകത്തില്ല കേട്ടോ. അതിൻ്റെ പ്രത്യേകത അതാണ്. താന്ന് പോകത്തില്ല. അതിൻ്റെ മുകളിൽ തന്നെ അത് പൊങ്ങി ഇങ്ങനെ കിടക്കും. ഓക്കെ, നല്ല ക്രീമിയാണ്. നല്ല അത് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ നമുക്ക് ബീറ്ററും അതിനൊക്കെ തന്നെ മിക്സിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവച്ച് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് മാത്രമേ ഒരു ടൈം എടുക്കുന്നുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇതിൻ്റെ രുചി കിടിലമാണ്. അടിപൊളി രുചിയാണ് ഗേസ് കോഫിയുടെ രുചി വെച്ചാൽ കിടിലമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതിലേക്ക് ക്രീം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സാവകാശം അതിലേക്ക് ഇങ്ങനെ
എന്താ പറയുക ഓരോരോ സ്പൂണായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക കണ്ടോ. അപ്പോൾ താഴത്തേക്ക് അതിങ്ങനെ അലിഞ്ഞ് ഇറങ്ങി വരും, മൊത്തത്തിൽ പോകത്തില്ല. കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ നമ്മളെ പാലിൻ്റെ നിറം മാറിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ക്രീമിയാണ് കണ്ട, അത് നമ്മളെ സ്പൂണിൽ നിന്ന് പോവില്ല, ആ രീതിയിലുള്ള നല്ല ക്രീമിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡാൽഗോണ കോഫി എന്ന് പറയുന്നത്. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആളുകൾ വരുമ്പോഴത്തേക്കോ നമുക്ക് വീട്ടിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു കോഫിയാണിത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ, ഇതാണ് നമ്മളെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കിടിലൻ കോഫി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ക്രീമിയാണ്. ഇനി നമുക്ക് ആ സ്പൂണിൽ പറ്റിയിരിക്കുന്നതും കൂടെ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ എന്ന് വെച്ചാൽ പാല് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കോഫി ക്രീം ആ ഗ്ലാസ്സിൽ കംപ്ലീറ്റ്ലി നിറഞ്ഞിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഈ കോഫിയുടെ. ഓക്കെ, അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ കിടിലം ഡാൽഗോണ കോഫി എന്ന് പറയുന്നത്. ഓക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്രീം ഏകദേശം തീർന്നു. ഇനി നമ്മൾ കോഫിയിലേക്ക് നോക്കിയാൽ നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ യെസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഡാൽഗോണ കോഫി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക.